പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ 2000 കോടി രൂപ വേണം എന്നാണ് നമ്മുടെ മന്ത്രി മരുമകൻ റിയാസ് ആവശ്യപ്പെടുന്നത്. വയനാടിന്റെ നഷ്ടം നികത്താൻ 2000 കോടി കുറഞ്ഞ തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു. വാസ്തവമാണോ ഇത്? 2000 കോടിയുടെ ആവശ്യമുണ്ടോ? വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപയും നഷ്ടപരിഹാര സാധനങ്ങളും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഒരു 7 ലക്ഷം രൂപ ഒരു എവറേജ് ഞാൻ പറയുന്നത്. ആ ഏരിയയൊക്കെ ഞാൻ സെന്റിന്റെ വിലയൊക്കെ ചോദിച്ചു. 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 സെന്റ് കിട്ടും. ഒരു 7 ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം, എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ. നടക്കുന്ന കാര്യം. കാരണം ഇനി ചൂരൻ മലയും ഒന്നും നടക്കൂല. അതൊക്കെ റിസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റൂ. ഈ ഒരു 7 ലക്ഷത്തിന് ഇവർ തന്നെ സ്ഥലം കണ്ടെത്തും. ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നെന്ന് പറയേണ്ടത്. ഒരു 20 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാൻ ശരിയല്ലേ. 1 ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവരിപ്പോൾ എന്തുകൊണ്ടാണ് ചെറിയപ്പത്തിന് ഞാൻ വിളിക്കുമ്പോൾ സന്തോഷ് സാറേ അവർ 4000 ചോദിക്കുന്നു. അപ്പോൾ ആ പൈസ ആരും ഇവർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ടല്ലേ സാർ ഈ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു 8000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എൻ്റെ എവറേജ് പറയുകയാണ് എങ്കിൽ തന്നെ 96,000 രൂപയാണ് ഒരു വർഷത്തിന് വരിക. ഒരു വർഷം കൊണ്ട് ഇവിടെ വീടാവും സങ്കല്പിക്കുക. 20 ലക്ഷത്തിൻ്റെ വീട്. ശരി, ഇപ്പോൾ ഇത്ര വില കൂട്ടുകയാണെങ്കിൽ തന്നെ 28 ലക്ഷം 2 ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. വെറുതെ ഒരു റെഡിമെയ്ഡ് സ്വപ്നത്തിൽ 30 ലക്ഷം രൂപയുടെ ഒരു കുടുംബമായി 500 കുടുംബമാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ 30 ലക്ഷം × 500 കുടിച്ചു കൊടുക്കും. അതായത് 3 കോടി 30 കോടി ഉണ്ടെങ്കിൽ 100 വീടായി.